നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് ആണ്. അതായത് ഗർഭകാലഘട്ടത്തിൽ ഉണ്ടാവുന്ന പ്രമേഹത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്താണ് ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് എന്നുള്ളതും പിന്നെ ഇത് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളവർ ആരൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടും പിന്നെ ഈ ഒരു ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വന്നാൽ തന്നെ നമ്മുടെ ശരീരം കാണിക്കാവുന്ന ലക്ഷണങ്ങളെ പറ്റിയിട്ടും ഇനി അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന പല കോംപ്ലിക്കേഷനുകളെ പറ്റിയിട്ടും ഇനി ഇത് തിരിച്ചറിയാൻ വേണ്ടി എന്തെല്ലാം ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടും പിന്നെ ഇനി എന്തെല്ലാം ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടും പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കടക്കാം. അപ്പോൾ ഗർഭാവസ്ഥയിൽ പ്രമേഹം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് പോഷകങ്ങൾ നൽകുന്ന പ്ലാസെന്റ അല്ലെങ്കിൽ മറുപിള്ള എന്നൊക്കെ പറയും. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഹോർമോണുകളുടെ വ്യതിയാനം മൂലമാണ്. അതായത് ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, കോർട്ടിസോള്, അതുപോലെ ഗ്രോത്ത് ഹോർമോൺ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹോർമോൺസിന്റെ വ്യതിയാനം മൂലമാണ് അമ്മയുടെ ശരീരത്തിലുള്ള ബ്ലഡിലോട്ട് ഇത് ചേരുന്നതിന്റെ ഭാഗമായിട്ട് ബ്ലഡ് ഷുഗർ വളരെയധികം കൂടുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ അമ്മയുടെ ശരീരത്തിൽ കൂടുതലായിട്ടും നമ്മുടെ ഷുഗറിന്റെ അളവ് കൂടുന്നു, ബ്ലഡ് ഷുഗറിന്റെ അളവ് കൂടുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വരുന്നു. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് 24 വീക്സിന് ശേഷമാണ്. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ്, ഒരു 22 തൊട്ടിട്ട് 24 വീക്സിന്റെ ഇടയിലാണ് ഈ ഒരു പ്ലാസെന്റ കൂടുതലായിട്ടും ഇതുപോലെയുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടി വരുന്ന ഒരു കാലയളവാണത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ശരീരത്തിലെ ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് കൂടി വരുന്ന ഒരു സമയമാണിത്. ഇനി ഈ ഒരു ഡയബറ്റിക്സ് വന്നാൽ തന്നെ ശരീരം കാണിക്കാവുന്ന ലക്ഷണങ്ങളെ പറ്റി പറയാം. കൂടുതലായിട്ടും അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ വളരെയധികം ദാഹവും വിശപ്പും കൂടുതലായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. പിന്നെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നു. പിന്നെ കണ്ണിന് കാഴ്ചക്കുറവ് പോലെ തോന്നുന്ന അവസ്ഥ, കണ്ണിങ്ങനെ മങ്ങൽ പോലെ ചിലവരിൽ തോന്നാറുണ്ട്. ഇതെല്ലാം തന്നെ ഗസ്റ്റേഷണൽ ഡയബറ്റിക്സിന്റെ ഒരു ലക്ഷണങ്ങളാണ്. പിന്നെ ആദ്യം പറഞ്ഞ കുറച്ച് സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മളുടെ തളർച്ചയും ദാഹവും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാവുന്നത്, ഇതെല്ലാം തന്നെ ഒരു പ്രഗ്നൻസി സ്റ്റേജിലോട്ട് വരുന്ന സ്ത്രീക്ക് പൊതുവെ അനുഭവപ്പെടുന്ന സിംറ്റംസ് ഒക്കെയാണ് അല്ലേ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് നമ്മൾ പ്രഗ്നന്റ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ 2 വീക്സിനുള്ളിൽ നമ്മൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഷുഗർ ടെസ്റ്റും കൂടി ചെയ്യാനായിട്ട് ഡോക്ടർമാർ പറയുന്നത്. ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സിംറ്റംസ് നമ്മുടെ സാധാരണ പ്രഗ്നൻസിയുടെ സിംറ്റംസ് കൂടി ആയതുകൊണ്ട് തന്നെ ഇതിന് അതായത് ഷുഗറിന്റെ ആ ഒരു സിംറ്റംസ് ഇതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിൽ ഷുഗർ ഉണ്ടോ, ആ സ്ത്രീയിൽ ഷുഗർ ഉണ്ടോ, അത് വരാനുള്ള ചാൻസുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 2 വീക്സ് സമയത്ത് ഈ ഒരു നമ്മളുടെ പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കുന്നതോട് കൂടി തന്നെ നമ്മളുടെ ഡോക്ടർമാർ പറയുന്നത് ഷുഗർ ടെസ്റ്റും കൂടി എടുക്കാനായിട്ട്. ഇതാണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വരാനുള്ള സാധ്യത കൂടുതലുള്ളവർ എന്ന് പറയുന്നത് ഒരു 30 കഴിഞ്ഞ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ഈ ഒരു ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വരാനുള്ള സാധ്യതകൾ കൂടുതൽ എന്ന് പറയുന്നത്. പിന്നെ പാരമ്പര്യമായിട്ട് അതായത് ഡയറക്റ്റ് ആയിട്ട് റിലേഷൻ ഉള്ളവർ, അമ്മ, അച്ഛൻ, അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. പിന്നെ ഇത് ആദ്യത്തെ ഡെലിവറിയിൽ അബോർഷൻ പോലുള്ള ഹിസ്റ്ററി, ഇതുപോലെ അബോർഷൻ ഹിസ്റ്ററി ഒക്കെ ഉള്ള അമ്മമാർ, അതായത് രണ്ടാമത് പ്രഗ്നന്റ് ആയ അമ്മമാരിൽ അങ്ങനത്തെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടാമത്തെ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റിക്സ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അബോർഷൻ നടന്നവരിലും ഇങ്ങനെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഗർഭിണി ആയിരിക്കുമ്പോൾ ആദ്യത്തെ പ്രഗ്നൻസിയിൽ കുഞ്ഞിന് മരണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വയറ്റിൻ്റെ ഉള്ളിൽ തന്നെ മരണം സംഭവിച്ച കണ്ടീഷനൊക്കെ ഉള്ളവരിലും ഇതുപോലെ ഡയബറ്റിക്സ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെയുള്ളവരിലൊക്കെയാണ് ഈ ഒരു ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വരാൻ സാധ്യതയുള്ള സ്ത്രീകളെ പറ്റി പറയാം. അതിൽ ആദ്യത്തേത് വണ്ണം കൂടുതലുള്ള സ്ത്രീകളിൽ, പിന്നെ അതുപോലെ തന്നെ PCOS പോലെ കണ്ടീഷൻ ഉള്ളവരിൽ, പിന്നെ ഫസ്റ്റ് ഡിഗ്രി റിലേഷൻ റിലേറ്റഡ് ആയിട്ട് ആർക്കെങ്കിലും, അതായത് ഫസ്റ്റ് ഡിഗ്രി റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള അച്ഛൻ, അമ്മ, അങ്ങനെ ഫാമിലി ഹിസ്റ്ററി എടുക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് റിലേഷൻ ഉള്ളവരിൽ പ്രമേഹം ഉള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഫാമിലി ഹിസ്റ്ററി എടുക്കുമ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളിൽ
ഈ ഒരു പ്രമേഹത്തിന്റെ ഈ ഒരു ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് അങ്ങനെയുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ ഒരു സമയങ്ങളിൽ. പിന്നെ അതുപോലെ തന്നെ ഒരു 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ഗർഭിണിയാകുന്ന ആ ഒരു കണ്ടീഷനുകളിലും ഇതുപോലെ ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡയബറ്റിക്സ് ഫസ്റ്റ് ആദ്യം തന്നെ ഡയബറ്റിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഹിസ്റ്ററിയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിലും ഈ ഒരു പ്രഗ്നന്റ് ആകുന്ന കണ്ടീഷന് ഈ ഒരു ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉള്ളവരൊക്കെ ആണെങ്കിലും ഇതുപോലെ ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കേട്ടോ. ഇനി ഇങ്ങനെ ഈ ഒരു ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനുണ്ടാകുന്ന കോംപ്ലിക്കേഷനുകളെ പറ്റിയിട്ട് പറയാം. അതിൽ ആദ്യത്തെ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് വളർച്ചക്കുറവ് പോലുള്ള കണ്ടീഷനുകളൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ ഒരു ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഉള്ള അമ്മമാരിൽ. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് നല്ല രീതിയിലുള്ള വളർച്ച കുറവ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവർക്ക് ഹോർമോൺ ആയിട്ടുള്ള നല്ല രീതിയിൽ, അതായത് ഓർഗൻ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ചയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഉള്ള അമ്മമാരിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ നല്ല രീതിയിൽ, അതായത് വളർച്ചാ വ്യതിയാനങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഹാർട്ട്, കിഡ്നി, അതുപോലെ നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരിൽ ഈ ഒരു സെക്കൻഡ് തേർഡ് ട്രൈമസ്റ്ററിലോട്ട് എത്തുമ്പോൾ ഇവരിൽ ഉണ്ടാകുന്ന ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് പെട്ടെന്ന് തന്നെ വെയിറ്റ് വളരെയധികം കൂടി വരുന്ന ഒരു കണ്ടീഷന് കൂടുതലായിട്ട് കാണാറുണ്ട്. അത് വലിയൊരു ലക്ഷണം തന്നെയാണ്, വെയിറ്റ് പെട്ടെന്ന് കൂടി വരിക കുഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ വയറ്റിൽ ഫ്ലൂയിഡിന്റെ അളവ് പെട്ടെന്ന് കൂടി വരുന്ന അവസ്ഥ പോളിഹൈഡ്രോ അമിനോസിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, പോളിഹൈഡ്രോ അമിനോസിസ്. അപ്പോൾ ഇത് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിന്റെ ഭാഗമായിട്ട് എന്താണ്, നമ്മുടെ അമ്മയുടെ വയറ്റിലെ ഫ്ലൂയിഡ് കൂടുതലായിട്ട് ഫില്ലാകുന്നതിന്റെ ഭാഗമായിട്ട് അമ്മയുടെ വളരെ വയറ് നല്ല രീതിയിൽ വലിപ്പം എന്ന രീതിയിൽ കാണാറുണ്ട് പലവരിലും. അപ്പോൾ ഇതും ഇങ്ങനെ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ തന്നെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ വളർച്ചയ്ക്കും ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെലിവറിയോട് സമയത്തോട് അടുക്കും തോറും കുഞ്ഞ് നോർമൽ ഡെലിവറിയിലുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞിട്ട് സി സെക്ഷൻ പോലുള്ള കണ്ടീഷനിലോട്ടാണ് അത് പോകുന്നുണ്ടാവുക. അതായത് സിസേറിയൻ സെക്ഷനിലോട്ടാണ് മിക്ക ഈ ഒരു ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഉള്ള അമ്മമാരിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സി സെക്ഷനാണ് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത്. പിന്നെ നോർമൽ ഡെലിവറി തന്നെ വരികയാണെങ്കിൽ തന്നെ കുട്ടിക്ക് ഓവർ വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടിയുടെ തല പുറത്തേക്ക് വന്നിട്ട് ഷോൾഡർ പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥകൾ വരാറുണ്ട്. ഇങ്ങനെയും പല ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഈ ഒരു ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുട്ടീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുട്ടിയുടെ വളർച്ചയ്ക്ക് ഈ ഒരു ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കുട്ടീനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ നല്ല രീതിയിൽ ഈ ഒരു ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് നല്ല രീതിയിൽ ക്രമീകരിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. ഈ ഒരു ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഉള്ള അമ്മമാരിൽ ഫസ്റ്റ് ട്രൈമിസ്റ്റർ നമ്മൾ പറഞ്ഞു വളർച്ചക്കുറവ് ഉണ്ടാകുന്നു അല്ലെ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അബോർഷൻ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വളരെ കൂടുതലാണ്. പിന്നെ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളിൽ വളർച്ചക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. ഇനി നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് നല്ല രീതിയിൽ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ കണ്ടുവരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാൽസ്യം, മെഗ്നീഷ്യം പോലുള്ള മിനറൽസ് നല്ല രീതിയിൽ കുറഞ്ഞ അളവിൽ കാണാറുണ്ട്. പിന്നെ കുട്ടിക്ക് നമ്മൾ പൊതുവായിട്ട് കേൾക്കാറില്ലേ, പ്രസവിച്ചു കഴിഞ്ഞ കുട്ടികളിൽ മഞ്ഞ കളറ് കാണാറുണ്ട് എന്നൊക്കെ അല്ലേ. അതൊക്കെ ഇതിന്റെ ഒരു തരം സിംറ്റംസ് തന്നെയാണ്. പിന്നെ ചില കുട്ടികളിൽ എന്താണ് ശ്വാസമുട്ട് പോലുള്ള കണ്ടീഷൻ കാണാറുണ്ട്. അതായത് ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഉള്ള അമ്മമാരിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ ശ്വാസകോശം ഡെവലപ്മെന്റ് നല്ല രീതിയിൽ പൂർണ്ണമായിട്ട് ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ടാവില്ല അവരിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുട്ടികളിൽ അതായത് റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്വാസമുട്ട് പോലുള്ള കണ്ടീഷനൊക്കെ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളിൽ.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിന്റെ കാര്യം പറഞ്ഞപ്പോൾ കുട്ടിക്ക് തൂക്കം കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് എന്താണ് പെട്ടെന്ന് തന്നെ ഡെലിവറി ആവാനുള്ള ചാൻസും ഉണ്ട്. പ്രീടേം ഡെലിവറി നടക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ് അല്ലെ. അപ്പോൾ ആ ഒരു സാധ്യത മുൻവെച്ച് തന്നെ റെസ്പിറേറ്ററി ആ ഒരു നമ്മുടെ ലങ്സിന്റെ വളർച്ച ഒരു 8ാം മാസം 9ാം മാസത്തിലാണ് പൂർണ്ണമായിട്ട് വളർച്ച എത്തുന്നത്. അപ്പോൾ പ്രീടേം ഡെലിവറി ഒക്കെ നടന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള വളർച്ച ആ ലങ്സിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് ഇങ്ങനെ ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റുകളെ പറ്റി പറയാം. അതിൽ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ ഡോക്ടർമാർ ചോദിച്ചറിയുന്നുണ്ടാവും. അതിൽ നമ്മൾ കേസ് ഷീറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹിസ്റ്ററി ഷീറ്റ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നുണ്ടാവുക ഫാമിലിയിൽ ആർക്കെങ്കിലും അതുപോലെ ഹെറിഡിറ്ററി ആയിട്ട് ആർക്കെങ്കിലും പ്രമേഹമുണ്ടോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഇത് രണ്ടാമത്തെ ഡെലിവറിക്ക് ആണെങ്കിൽ, അതായത് രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ആണെങ്കിൽ ചോദിക്കും ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഇതുപോലെ ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു, ഗെസ്റ്റേഷൻ ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു, അതുപോലെ അബോർഷൻ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വന്നവരാണോ, വയറ്റിൽ തന്നെ വെച്ചിട്ട് കുഞ്ഞ് മരിച്ച കണ്ടീഷനുള്ളവരൊക്കെ ആണോ, അതൊക്കെ തന്നെ ഹിസ്റ്ററിയിൽ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടാവും. പിന്നെ പാരമ്പര്യമായിട്ട് ഇതുപോലെ ഷുഗർ വരാനുള്ള ചാൻസുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് നിർണ്ണയിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു നിശ്ചിത അളവിൽ ഗ്ലൂക്കോസ് കുടിപ്പിച്ചിട്ട് ഒരു 50 ml 100 ml എന്ന രീതിയിലായിരിക്കും തരുന്നുണ്ടാവുക. ഈ ഒരു അളവിൽ കുടിപ്പിച്ചിട്ട് ഒരു 1 അവറിന് ശേഷം നോക്കുമ്പോൾ ഒരു 140 mg% കൂടുതലാണ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളിലാണ് ഈ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുക. ഈ ഒരു ടെസ്റ്റിൽ ക്ലിയർ കട്ട് ആയിട്ട് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളവരിൽ ഈ ഒരു ടെസ്റ്റും കൂടി പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഗ്ലൂക്കോസ് നൽകിയിട്ട് റാൻഡം ആയിട്ട് 2-3 തവണ ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു രണ്ട് വാല്യൂകൾ എടുത്തിട്ട് ആ 2 വാല്യൂകളിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരിൽ ഈ ഒരു ഗെസ്റ്റേഷൻ ഡയബറ്റിക്സ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഈ ഒരു ടോളറൻസ് ടെസ്റ്റ് ആണ് കൂടുതലായിട്ടും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അല്ലാത്തവരിൽ ഈ ഒരു ഷുഗർ ചലഞ്ച് ടെസ്റ്റ് ആണ് കൂടുതലായിട്ടും ചെയ്യിപ്പിക്കുക. യാതൊരു നോർമൽ ആയിട്ടിരിക്കുന്ന യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് അതായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമ്മളെ കൊണ്ട് ഡോക്ടർമാർ അതായത് ഒരു ഫ്രീക്വന്റ്, അതായത് ഇടവിട്ടിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടാവില്ല. യാതൊരു പ്രശ്നം ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാൻ സാധ്യതയില്ലാത്തവരൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ഒരു സമയത്തും പിന്നെ ഒരു 6 മന്തിനോട് അടുക്കുന്ന ആ സമയത്തും ഒക്കെയാണ് രണ്ടാമതായിട്ട് ചെയ്യാൻ പറയുന്നുണ്ടാവാം. അല്ലാത്തവർ ഈ ഒരു ഗെസ്റ്റേഷൻ ഡയബറ്റിക്സ് വരാനുള്ള സാധ്യത ഈ ഒരു ടെസ്റ്റിൽ നിന്ന് ഈ ഒരു ടോളറൻസ് ടെസ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവരിൽ നല്ല രീതിയിൽ അവർ മോണിറ്റർ ചെയ്യുന്ന തന്നെ ഉണ്ടായിരിക്കും. പിന്നെ ഡോക്ടേഴ്സ് പറയുന്ന രീതിയിലായിരിക്കും. പിന്നെ നമ്മളുടെ ആ ഒരു ഗർഭിണിക്ക് നല്ല രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ ചെയ്ത് ഡോക്ടർമാർ തന്നെ കൊടുക്കുന്നുണ്ടായിരിക്കും. ആ നല്ല രീതിയിലുള്ള ഡയറ്റ് പ്ലാനും പിന്നെ അതുപോലെ തന്നെ മെഡിക്കേഷൻ എന്ന രീതിയിൽ മരുന്നുകളോ അല്ലെങ്കിൽ ഇൻസുലിൻ എന്ന രീതിയിലൊക്കെ ചിലവർക്ക് അവസാന മാസങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെയും എടുക്കേണ്ട കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. അതായത് മിക്കവരിലും അങ്ങനെ ഈ ഒരു ഗെസ്റ്റേഷൻ ഡയബറ്റിക്സ് മിക്കവരിലും ഉള്ളവരിലും ഇൻസുലിൻ എന്ന ഓപ്ഷനാണ് ഏറ്റവും നല്ല ബെറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു മെഡിസിൻ നമ്മൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ടാബ്ലറ്റ് എന്ന രീതിയിൽ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇൻസുലിൻ തന്നെയാണ് നല്ലത് കേട്ടോ. ബെറ്റർ ഓപ്ഷൻ. പലവർക്കും ഇൻസുലിൻ ഭയങ്കര പേടിയാണ് എടുക്കാനായിട്ട്. ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, എന്തെങ്കിലും ഭാവിയിൽ കുട്ടിക്കോ അമ്മയ്ക്കോ എന്തെങ്കിലും ഇൻസുലിൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, എല്ലാവർക്കും ഈ ഒരു ടാബ്ലറ്റ് ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഇൻസുലിൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വേറെ വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നൊക്കെ തെറ്റിദ്ധാരണ പലവരിലും ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇൻസുലിൻ ആണ് ഏറ്റവും നല്ലത്. ഈ ഒരു മെഡിസിൻ ടാബ്ലറ്റ് എന്ന രീതിയിനേക്കാളും നല്ല രീതിയിൽ കൃത്യമായിട്ടുള്ള ആ ഒരു ഡോസ് നല്ല രീതിയിൽ നമുക്ക്, അതായത് ഇൻസുലിൻ്റെ അളവ് എത്രത്തോളം വേണം എന്ന രീതിയിലൊക്കെ നമുക്ക് കൃത്യമായ രീതിയിൽ ശരീരത്തിൽ ബോഡിയിലോട്ട് അത് ഡയറക്റ്റ് കൊടുക്കാൻ വേണ്ടി ഇൻസുലിൻ വഴി സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു ഡയബറ്റിക്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് ഇൻസുലിൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറ്റും. അപ്പോൾ അവസാന മാസങ്ങളൊക്കെ ആകുമ്പോൾ ഡോക്ടർമാർ ആ പറയുന്ന ഡോസിനനുസരിച്ച് കൃത്യമായ അളവിൽ ആ ഇൻസുലിൻ എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഈ ഒരു ഗസ്റ്റേഷൻ ഡയബറ്റിക്സിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവായിട്ട് നല്ല രീതിയിൽ, അതായത് ബോഡിക്ക് യാതൊരു പ്രശ്നമില്ലാതെ ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടും അമ്മയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കണം അല്ലെ. യാതൊരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ, അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസുലിൻ ഒക്കെ അവസാന മാസങ്ങളിലോട്ട് നല്ല കൃത്യമായി ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശപ്രകാരമുള്ള ഡോസേജിലുള്ള അളവിൽ നൽകുന്നത്. ഇനി ഇതിന്റെ സൊല്യൂഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നതാണ്. പിന്നെ ലീഫി വെജിറ്റബിൾസും നല്ല രീതിയിൽ തന്നെ കഴിക്കുക, ധാരാളമായിട്ട് തന്നെ കഴിക്കുക. പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, അതിൽ വെജിറ്റബിൾ പ്രോട്ടീൻസ്, അതായത് നമുക്ക് ധാന്യങ്ങൾ ഉൾപ്പെടുത്തി കഴിക്കാം, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതിലെല്ലാം തന്നെ ഒരുപാട് പ്രോട്ടീൻസ് ആണുള്ളത്. അപ്പോൾ വെജി പ്രോട്ടീൻസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മധുരത്തിന്റെ അളവൊന്ന് കുറയ്ക്കുക. മധുര പലഹാരങ്ങൾ, ബേക്കറി ഐറ്റംസ് ഇതെല്ലാം തന്നെ കഴിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഗസ്റ്റേഷൻ ഡയബറ്റിക്സ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് നിർത്തുന്നത് വളരെ നല്ലതാണ്. അതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു അതായത് ഷുഗർ ഒഴിവാക്കിയിട്ട് പതുക്കെ അതിനോട് യോജിച്ചിട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നത് ഒഴിവാക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലുള്ള അതുപോലത്തെ പുറമേ നിന്ന് വാങ്ങുന്ന ബോട്ടിൽഡായിട്ട് കിട്ടുന്ന ജ്യൂസുകൾ കുടിക്കുന്നത് ഒഴിവാക്കുക. നല്ല രീതിയിൽ നമ്മൾ ഡയറ്റ് തന്നെ ക്രമീകരിച്ച് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ഈ ഒരു ഗസ്റ്റേഷൻ ഡയബറ്റിക്സിനെ മാറ്റി നിർത്താൻ വേണ്ടി പറ്റും. ഇങ്ങനെ നിങ്ങൾ 2 വീക്സ് ഒക്കെ തന്നെ ഈ ഒരു ഭക്ഷണത്തിൽ തന്നെ കുറേയൊക്കെ ക്രമീകരിച്ചിട്ട് മധുരത്തിന്റെ അളവ് ഇപ്പോൾ ഫ്രൂട്ട്സിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ മാങ്ങ, ചക്ക, ഏന്തപ്പഴം ഇതൊക്കെ തന്നെ ഉണ്ടല്ലോ, ബനാന, ഇതൊക്കെ ഒന്ന് കുറയ്ക്കുക. അതായത് അതിന്റെ കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക. അതിന് പകരം ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലത്തെ ആപ്പിൾ കഴിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഡെയിലി നിങ്ങൾക്ക് ഒരു ആപ്പിൾ എന്ന രീതിയിൽ കഴിക്കാം. പേരയ്ക്ക കുഴപ്പമില്ല, കിവി, പിന്നെ അതുപോലെ സിട്രസ് ഫ്രൂട്ട്സുകളെ പറ്റി പറയുകയാണെങ്കിൽ നാരങ്ങ, അതൊക്കെ തന്നെ ഡെയിലി കഴിക്കരുത്. ഇങ്ങനെ ഡയബറ്റിക്സ് ഉള്ളവരിലാണ് പറയുന്നത് കേട്ടോ. ഡെയിലി കഴിക്കരുത്. അത് നിങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ കുറച്ച് അതുപോലെ തന്നെ നേരിട്ട് തന്നെ കഴിക്കുന്ന രീതിയിൽ കഴിക്കുക. ജ്യൂസായിട്ട് കുടിക്കുന്നതിന് പകരം ആ ഫൈബർ കളഞ്ഞിട്ട് ഒരിക്കലും കഴിക്കരുത്. വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ആപ്പിൾ സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പേരയ്ക്ക കുഴപ്പമില്ല, പേരയ്ക്ക നിങ്ങൾക്ക് കഴിക്കാം. ചക്ക, മാങ്ങ, അതുപോലെ മധുരം കൂടുതലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഒന്ന് ഒഴിവാക്കി നിർത്തുന്നത് നല്ലതാണ് ആ ഒരു സമയത്ത്. ഇങ്ങനെ തന്നെ ഭക്ഷണം തന്നെ നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ട് കൊണ്ടുപോയാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ഡയബറ്റിക്സ് കുറച്ച് നിർത്താൻ വേണ്ടി പറ്റും. എന്നിട്ടും നിങ്ങൾക്ക് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരമുള്ള മെഡിസിൻസ് കഴിക്കുക. മെഡിസിൻ കഴിക്കാൻ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ആദ്യത്തെ ഡെലിവറിയിൽ ഇതുപോലെ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റിക്സ് ഉള്ളവരൊക്കെ ആണെങ്കിൽ രണ്ടാമത്തെ ആ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ എത്തുമ്പോൾ എന്തായാലും അവർക്ക് ഗസ്റ്റേഷൻ ഡയബറ്റിക്സ് വരും. അപ്പോൾ അത് ആ ഒരു സമയത്ത് ഡോക്ടർമാർ പറയുന്നുണ്ടാവും ഇൻസുലിൻ എടുക്കാനൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, ഇൻസുലിൻ എടുക്കുന്നതിന്റെ ഭാഗമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷേ അത് ഇൻസുലിൻ തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ ഡോക്ടർമാർ പറയുന്ന ആ ഡോസേജിൽ തന്നെ നിങ്ങൾ ഇൻസുലിൻ ഒക്കെ എടുത്ത് നല്ല രീതിയിൽ അതായത് കൊണ്ടുപോവുക. ഡോക്ടർമാർ പറയുന്ന മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് ക്രമീകരിച്ചിട്ട് കൊണ്ടുപോവുക. ഭക്ഷണം ക്രമീകരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യേണ്ടത് നിർബന്ധമാണ്. നിങ്ങൾ രാവിലെയും വൈകുന്നേരം ഒരു 30 മിനിറ്റ്, കൂടുതലായിട്ടുള്ള വ്യായാമമല്ല പറയുന്നത്, ഒരു 30 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഒന്ന് നടക്കുക. രാവിലെ കുറച്ചു നേരം നടക്കുക, വൈകുന്നേരം കുറച്ചു നേരം ഇതുപോലെ നിങ്ങൾ ഒന്ന് നടക്കണം. സ്ഥിരമായിട്ട് നിങ്ങൾ നടക്കെങ്കിലും വേണം. വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയും വ്യായാമവും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു മെഡിസിനും പിന്നെ നമ്മളുടെ കൃത്യമായിട്ടുള്ള ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ഈ ഒരു ഗസ്റ്റേഷൻ ഡയബറ്റിക്സ് നമുക്ക് കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മിക്കവരിലും ഈ ഒരു ഗസ്റ്റേഷൻ ഡയബറ്റിക്സ് ഈ ഒരു ഡെലിവറി കഴിഞ്ഞോടൊപ്പം തന്നെ ഇത് കുറഞ്ഞു വരാറുണ്ട്. പൂർണ്ണമായിട്ടും അതോട് തന്നെ വിട്ടുപോകാറുമുണ്ട്. ചിലവരിൽ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു 45+ ആവുന്നതോട് കൂടിയിട്ട് ഈ ഒരു ഗസ്റ്റേഷൻ ഡയബറ്റിക്സ് ഉള്ള സ്ത്രീകളിൽ ഡയബറ്റിക്സ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ, ഗസ്റ്റേഷൻ ഡയബറ്റിക്സ് വന്നവരാണെങ്കിൽ ഇവരൊന്ന് മുൻകരുതൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു വർഷം അല്ലെങ്കിൽ 6 മാസമൊക്കെ കൂടുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ സാധ്യതയുണ്ട്. ഒരു 40-45 ആ ഒരു റേഞ്ചിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ളവരിൽ ഷുഗർ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ഗസ്റ്റേഷൻ ഡയബറ്റിക്സ് അതോട് കൂടിയിട്ട് ഡെലിവറിയോട് കൂടി അവസാനിച്ചെങ്കിലും ഭാവിയിൽ വരാനുള്ള ചാൻസുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെ ടെസ്റ്റുകൾ ഇടയ്ക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിന്റെ കോംപ്ലിക്കേഷൻസ് ഭാവിയിൽ വരാതെ നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് നെല്ലിക്ക ജ്യൂസ് നെല്ലിക്കയുടെ നീരെടുത്തിട്ട് അത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ത്രിഫല ചൂർണം മേടിച്ചിട്ട് ത്രിഫല ചൂർണം 1 സ്പൂൺ ത്രിഫല ചൂർണം 1 ഗ്ലാസ് പാലെന്ന രീതിയിൽ എടുത്തിട്ട് രാത്രി കിടക്കുന്നതിനേക്കാൾ മുന്നേ കലക്കിയിട്ട് അങ്ങനെയും സ്ഥിരമായിട്ട് കുടിക്കാം. ഇതും ഗസ്റ്റേഷൻ ഡയബറ്റിക്സിന് ഒരുപാട് സഹായിക്കാവുന്ന മെഡിസിനാണ് കേട്ടോ. ഇനി പ്രീ ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, അതായത് ഡയബറ്റിക്സ് മുന്നേ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് HbA1c എന്ന ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് ഒരു 3 മാസത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഷുഗറിന്റെ വേരിയേഷൻ ആണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു റേഞ്ച് 6.5 അല്ലെങ്കിൽ മാക്സിമം 7 എന്ന റേഞ്ചിലോട്ട് എത്തണം. എന്നാൽ മാത്രമാണ് അതൊരു സ്റ്റേബിൾ ഒരു ഇതിലോട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതലാണ് 8 ഒക്കെ കാണിക്കുകയാണെങ്കിൽ വാല്യൂ ആണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വൈകല്യങ്ങൾ വരാനുള്ള ചാൻസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി 8 കഴിഞ്ഞിട്ട് അതിൽ കൂടുതലൊക്കെയാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു 25% കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ് എന്നൊക്കെയാണ് ഈ ഒരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രീ ഗസ്റ്റേഷൻ ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ അടുത്ത ഒരു പ്രഗ്നൻസിക്ക് തയ്യാറാകുന്നു, അത് പ്ലാൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു HbA1c എന്ന ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്, ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് തയ്യാറായി നിൽക്കുന്നവരാണെങ്കിൽ ഒരു 3 മാസം മുന്നേ ഫോളിക് ആസിഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് കുറച്ച് നിർത്താനായിട്ട്, കുട്ടികൾക്ക് വരാവുന്ന പല വൈകല്യങ്ങൾ പോലുള്ള കോംപ്ലിക്കേഷൻസ് കുറച്ച് നിർത്താനായിട്ട് ഇത് സാധിക്കും. അപ്പോൾ ഫോളിക് ആസിഡ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കുട്ടിക്ക് പ്ലാൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുറച്ച് മുൻകരുതലുകളൊക്കെ ചെയ്യാവുന്നതാണ്. ഈ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഫോളിക് ആസിഡ് ഒക്കെ കഴിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്തൊക്കെയാണ് അതിന്റെ പിന്നീട് ഫോളോ ചെയ്ത് പോകേണ്ടത് എന്നൊക്കെ കൃത്യമായ രീതിയിൽ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആരും ഗസ്റ്റേഷൻ ഡയബറ്റിക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് പേർക്ക് ഭയമാണ് ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഒരിക്കലും ടെൻഷൻ എന്ന രീതിയിൽ വരേണ്ട കാര്യമില്ല. അത് മറ്റു പല പ്രശ്നങ്ങളിലോട്ട് നയിക്കും. അപ്പോൾ നിങ്ങൾ ഡോക്ടർമാർ പറയുന്ന കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്ത് പോവുക. മെഡിസിൻ എടുക്കേണ്ടത് മെഡിസിൻ തന്നെ എടുക്കണം. ഇൻസുലിൻ എടുക്കേണ്ട സമയത്ത് ഇൻസുലിൻ തന്നെ എടുക്കണം. പിന്നെ എക്സസൈസ്, ചെറിയ രീതിയിലുള്ള എക്സസൈസ്, വ്യായാമം നിർബന്ധമായിട്ടും ചെയ്യുക. പിന്നെ നമ്മളോട് പറഞ്ഞല്ലോ ഭക്ഷണത്തിലുള്ള ക്രമീകരണം, അതുപോലെ ഫൈബർ റിച്ച് ആയതും കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ടായ ഭക്ഷണങ്ങൾ, അതുപോലെ ഫാറ്റ് കുറച്ച്, പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഫൈബർ റിച്ച് ആയതുകൊണ്ട് ഫ്രൂട്ട്സിൽ തന്നെ കുറച്ച് മധുരം കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ ക്രമീകരിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ് നമുക്ക് ക്രമീകരിച്ച് നിർത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നമസ്കാരം. കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വേണ്ടി യാതൊരു മായവും ചേർക്കാത്ത, യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത വുമൺ ടു ഫ്ലൈൻ്റെ ഫുഡ് പ്രൊഡക്ട്സുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഹോം മെയ്ഡ് ഫുഡ് പ്രൊഡക്ട്സുകളാണ്. അതിലാദ്യത്തേത് കുന്നാം കായപ്പൊടിയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ധാന്യക്കൂട്ടുപൊടിയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റാഗി പൗഡർ, ഉരുക്ക് വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ പനക്കൽക്കണ്ടം, ഇതെല്ലാം തന്നെ ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ ഹോം പ്രൊഡക്ട്സുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട്, അവരുടെ പാലൊക്കെ കുറവുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ന്യൂ മംസ് ഹെൽത്ത് മിക്സ് പൗഡർ വളരെ നല്ലതാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗർഭിണികളായിരിക്കുന്നവർക്കും ഗർഭസ്ഥ ശിശുവിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്കും സഹായിക്കാവുന്ന പ്രഗ്നൻസി ഹെൽത്ത് മിക്സ് പൗഡറും വളരെ നല്ലതാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ അതുപോലെ സ്ട്രോങ് വുമൺ ഹെൽത്ത് മിക്സ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് വാങ്ങി ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പൊണ്ണത്തടി, ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ, പ്രഷർ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇതെല്ലാം തന്നെ വരുന്നത് നിയന്ത്രിച്ച് നിർത്താനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കാവുന്ന മില്ലറ്റ്സ് പ്രൊഡക്ട്സുകളൊക്കെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമെന്ന് ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. യാതൊരു മായവും ചേർക്കാത്ത, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത, നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും കൂടാതെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.